സീമന്തരേഖയിൽ സിന്ദൂരം മംഗല്യത്താലിതൻ സൗഭാഗ്യം സ്വയംവരം 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 സ്വയംവരം. നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് വളരെ ഗുഡ് ലുക്കിംഗ്, വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു കപ്പിളാണ്, നിഹാൽ ആൻഡ് ആർത്തി. ഇവരെ പരിചയപ്പെടാം. ഹായ് നിഹാൽ. ഹായ് ആർത്തി. ഞാൻ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറയുമ്പോൾ നിഹാലിന്റെ ഒരു ചിരിയാണ്, എനിക്കറിയാം, എല്ലാരും പറയണ്ടായിരുന്നു ഫീലില്. പക്ഷെ ശരിക്കും വെരി നൈസ് മാച്ച് കേട്ടോ. താങ്ക് യു. സോ കല്യാണത്തിന്റെ വിശേഷങ്ങൾ അറിയണം. അതിനു മുമ്പായിട്ട് നിഹാലിനെ കുറിച്ച് പറയൂ. എവിടെയാ പഠിച്ചത്, എവിടെയാ വളർന്നത്, ഫാമിലിയിൽ ആരൊക്കെയുണ്ട്? എന്റെ പാരന്റ്സ് എല്ലാം സെറ്റിൽ ആയിരിക്കുന്ന അഹമ്മദാബാദ് ആണ്. ആൻഡ് ആക്ച്വലി ഞങ്ങൾ ഗുജറാത്തിലാണ്. ആൻഡ് ഡാഡി അവിടെ യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ്, എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ്. ആൻഡ് മമ്മി നേഴ്സ് ആയിരുന്നു. ആൻഡ് ഇപ്പോ വീട്ടില് പിന്നെ വീട്ടുകാർ നോക്കി നിൽക്കുന്നു. ആൻഡ് ഞങ്ങളുടെ വീട്ടിലൊരു ലേറ്റ് ആയിട്ട് വന്ന ഒരു അനിയനുണ്ട് ഞങ്ങൾക്ക്. അപ്പോ പുള്ളിക്കാരൻ ഭയങ്കര ചെറുതാ, ഈസ് ഇൻ 9th സ്റ്റാൻഡേർഡ്. അപ്പോ അവനെ നോക്കാൻ വേണ്ടിയാണ് മമ്മി ബേസിക്കലി ജോലി നിർത്തിയത്. എന്താ അനിയന്റെ പേരെന്താ? മോഹിത്. മോഹിത് എന്ന പേര്. ഞങ്ങൾ രണ്ടുപേരും പേര് നോർത്ത് ടച്ച് ആണ് ഞങ്ങളുടെ പേര്. ആൻഡ് ഞാൻ പഠിച്ചതെല്ലാം പിന്നെ അഹമ്മദാബാദും പിന്നെ ഊട്ടിയും ആൻഡ് ബാംഗ്ലൂർ വെച്ച് പഠിച്ചിരിക്കുന്നത്. ആൻഡ് ഞാൻ എന്റെ ഗ്രാജുവേഷനും PGയും ചെയ്ത് ബാംഗ്ലൂരാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അവിടെ രണ്ട് ജോബ് ചെയ്തു. ആൻഡ് ദെൻ ട്രിവാൻഡ്രത്ത് നാട് വരണം ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ചെറുപ്പത്തിലൊക്കെ നമ്മള് അഹമ്മദാബാദിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് നാട്ടിലേക്ക് വന്നോണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഭയങ്കര ഫുഡിയാണ്. അപ്പോ നാടും ഫുഡും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ പിന്നെ ആദ്യം കൊച്ചിയിലായിരുന്നു, പക്ഷെ കുറച്ചും കൂടെ കാം ആൻഡ് ക്വൈറ്റ് പീസ് ആണ് എനിക്ക് ഭയങ്കര പ്രിഫറൻസ്. അങ്ങനെ ഒരു നൊസ്റ്റാൾജിയ ഉള്ള ആകെപ്പെടെ ട്രിവാൻഡ്രം മാത്രമേ ഉള്ളൂ. അപ്പൊ നേരെ ഇങ്ങോട്ട് മൂവ് ആയി. എനിക്ക് ശരിക്കും സർപ്രൈസ് ആണ്, കാരണം ഗുജറാത്ത് എന്നൊക്കെ പറയുമ്പോൾ അങ്ങേയറ്റം ഒരു ഇന്ത്യയുടെ ഒരു അല്ലേ കോർണറാണ്. അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ടേക്ക് റൂട്ട്സിലേക്ക് വരിക എന്ന് പറയുന്നത് എല്ലാരും അങ്ങനെ ചെയ്യാറുള്ള ഒരു കാര്യമല്ല. സോ ഇവിടെയാണ് ഈ ലൈഫ് പ്ലാൻ ചെയ്തേക്കുന്നത്, ഇവിടെ തന്നെയാണ്. ഞങ്ങള് പിന്നെ ഇവിടെ വരുമ്പോ മാരേജ് എന്നുള്ള ഒരു സബ്ജക്റ്റേ ഇല്ലായിരുന്നു. ആൻഡ് സോ കുറച്ച് നാളത്തേക്ക് ഇവിടെ ഉണ്ടാവും. ആൻഡ് ലേറ്റർ ഓൺ വി പ്ലാനിങ് ടു മൂവ് അബ്രോഡ്. ഓക്കെ. ആർത്തിയുടെ വിശേഷങ്ങൾ പറയൂ. So എന്റെ പേര് ആരതി ആന്റണി, ഇപ്പം വൈഫ് ഓഫ് നിഹാൽ ജേക്കബ്. ഞാൻ ബേസിക്കലി അങ്കമാലിയാണ് എന്റെ പ്ലേസ്. പ്രോപ്പർ പറഞ്ഞ കരുവിറ്റി. വീട്ടില് ഡാഡി മമ്മി ആൻഡ് ഐ ഹാവ് എ എൽഡർ ബ്രദർ. ഡാഡി മമ്മി ബിസിനസ്സിലാണ് ആൻഡ് എൽഡർ ബ്രദർ സെറ്റിൽഡ് ഇൻ ഓസ്ട്രേലിയ. സോ എൽഡർ ബ്രദറിന്റെ മാരേജ് ആയിരുന്നു ഞങ്ങളുടെ മാരേജിന് ജസ്റ്റ് 4 days before. സെറ്റിൽ വിത്ത് ഹിസ് വൈഫ് ഇൻ ഓസ്ട്രേലിയ. ആൻഡ് എന്റെ സ്കൂളിംഗ് വാസ് completely Angamali area തന്നെയായിരുന്നു, Vishwadi CMI Public School. And after that I did my BTech, Mother College of Technology, North Paravur. And after that ഞാനൊരു കുറച്ച് നാൾ വർക്ക് ചെയ്തു. And then I moved for MBA. I did my MBA in Facade Business School. അവിടുന്ന് I was placed in Ernst & Young EY. We work in the same company, EY in Technopark. And അവിടുന്ന് it was like 1.5 years I was working there and still continuing working there. So നേരത്തെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞല്ലോ വൈഫ് ഓഫ് നിഹാലിന്. എങ്ങനെയുണ്ട് ഈ ഫീലിംഗ്? ഇപ്പൊ ഓൾമോസ്റ്റ് കുറച്ച് ദിവസങ്ങളായി അല്ലേ, കുറച്ച് ആഴ്ചകളായിട്ടേ ഉള്ളൂ. എങ്ങനെയുണ്ട് ഫീലിംഗ്? എങ്ങനെ ബിക്കോസ് മിസ്സസ് നിഹാൽ എന്നൊക്കെ പറയുന്നത് ഒരു ന്യൂ ഐഡന്റിറ്റി ആണല്ലോ. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എന്ത് തോന്നാറുണ്ട്? So അത് ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറയുകയാണെങ്കിൽ ഐ ആം എ ഗേൾ ഹു യൂസ് ടു കോമ്പയർ ഫോർ മെനി മാരേജസ്. അപ്പം ലൈക്ക് എല്ലാ മാരേജസും ചെന്നിട്ട് ഐ യൂസ് ടു ഇൻട്രൊഡ്യൂസ് ദം ലൈക്ക് മിസ്റ്റർ മിസ്സസ്, അവരെ കുറിച്ച് കുറേ പറയാ, ബേസിക്കലി അവരുടെ ലവ് അഫെക്ഷൻ എല്ലാം പറയാ. സോ ഐ നെവർ തോട്ട് എൻ്റെ ലൈഫിൽ അത് വരുമ്പം ഹൗ ഇറ്റ് വുഡ് ബി എന്ന്. പക്ഷേ ഇൻ ദാറ്റ് സ്റ്റാറ്റസ് ഇറ്റ് ഈസ് ലൈക്ക് വൗ, ഇറ്റ്സ് വണ്ടർഫുൾ. Right, and he's a very cool and lovely guy, so I'm very happy with him. So എനിക്ക് ആദ്യത്തെ ഹിന്റ് നിങ്ങളുടെ ഉത്തരത്തിൽ തന്നെ കിട്ടിക്കഴിഞ്ഞു. രണ്ടുപേരും വർക്കിംഗ് ഇൻ ദ സെയിം ഓഫീസിലാണ്. അല്ലെങ്കിൽ ഒരിക്കലും അഹമ്മദാബാദുകാരൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? സോ ഇതൊരു ലവ് മാരേജ് ആണെന്ന് ഓൾമോസ്റ്റ് എനിക്ക് മനസ്സിലായി. സോ അടുത്തത് അറിയേണ്ടത്
നിങ്ങളുടെ ഒരു ലവ് സ്റ്റോറിയാണ്. എങ്ങനെയാ മീറ്റ് ചെയ്തത്, എവിടെ വെച്ച് ആദ്യമായിട്ട് മീറ്റ് ചെയ്തത്, ആര് പ്രപ്പോസ് ചെയ്തു, എങ്ങനെ ഇവിടെ കല്യാണം വരെ എത്തി? രണ്ടുപേർക്കും പറയാം. നിഹാൽ തുടങ്ങി. സോ കല്യാണം എന്നുള്ള ഒരു സബ്ജക്റ്റ് എനിക്ക് ഈ അടുത്തൊന്നും വേണ്ട എന്നുള്ളത് പറയുന്ന ആളായിരുന്നു. കാരണം എൻ്റെ കൊളീഗ്സും എൻ്റെ സ്കൂൾ ഫ്രണ്ട്സ് എല്ലാം ഇപ്പോഴും ടച്ച് ഞങ്ങൾ ഇപ്പോഴും വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ മാരേജ് ഇൻവൈറ്റ് തരുമ്പോൾ ഞാൻ കളയാക്കുമായിരുന്നു. എല്ലാം കെട്ടി മെല്ലെ മെല്ലെ കെട്ട് ഒരു ഗ്യാപ്പ് ഇട്ട് കെട്ടാൻ പറയുമായിരുന്നു. പക്ഷേ അങ്ങനെ ആൻഡ് ആഫ്റ്റർ ഓൾ എനിക്കിനി ഈ ഒരിടത്തിരുന്ന് വർക്ക് ചെയ്യാൻ ഒട്ടും ഇഷ്ടമുള്ള ഒരാളാണ്. ഇങ്ങനെ എന്തെങ്കിലും ഓടിയാടും ചെയ്യണം. അപ്പോൾ ഓർഗനൈസേഷൻ ആക്ടിവിറ്റീസ് എല്ലാം ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു. അതായത് അവിടെ എന്തെങ്കിലും ആനുവൽ ഡേ നടത്തുക, എന്തെങ്കിലും മീറ്റിംഗ്സ് ഓർഗനൈസ് ചെയ്യുക, ഓണം സെലിബ്രേഷൻ, ക്രിസ്മസ് സെലിബ്രേഷൻ, അങ്ങനെ എല്ലാ സെലിബ്രേഷനും ഞാൻ അവിടെ ഓർഗനൈസ് ചെയ്യുമായിരുന്നു. ഒരു കുട്ടി ഇവന്റ് മാനേജ്മെന്റ് ആയിട്ട് അവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഞാനിങ്ങനെ ഓരോ പ്രോഗ്രാം ചെയ്യുമ്പോഴും എൻ്റെ ടീം വാസ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. ലൈക്ക് കുറേ ആൾക്കാർ ഇൻട്രസ്റ്റ് ആയിട്ട് വരും. അങ്ങനെ ഒരു 3-4 പ്രോഗ്രാം ഞാൻ ചെയ്ത ഇടയ്ക്ക് ഞാൻ ആരതിനെ എൻ്റെ ഈ ടീമിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരു സ്പെഷ്യൽ ഒളിമ്പിക്സ് നടത്തിയായിരുന്നു നമ്മുടെ ട്രിവാൻഡ്രത്ത് വെച്ചിട്ട്. അതായത് ഈ പിന്നെ ഹാൻഡിക്യാപ്പ് ആയ പിള്ളേരുടെ ഒരു ഒളിമ്പിക്സ്, ഒരു 6000+ ആൾക്കാർ ജോയിൻ ചെയ്യുന്ന. അപ്പോൾ ആ ഒരു ഒളിമ്പിക്സിൽ നിന്ന് ഞങ്ങളുടെ 200 വോളണ്ടിയേഴ്സ് അവർക്ക് വേണമായിരുന്നു. അപ്പോൾ ആ ഒരു ടാസ്ക് തന്നത് എനിക്കായിരുന്നു. അപ്പോൾ അതൊരു പ്രൊജക്റ്റായി നടത്തി ഒരു 160+ വോളണ്ടിയേഴ്സിനെ ഇവായിന്ന് ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് ഹെഡിങ് ദാറ്റ് എൻ്റയർ പ്രോഗ്രാം. അപ്പോൾ അതിൽ നിന്ന് ഒരു വോളണ്ടിയർ ആയിരുന്നു ആരതിയെ. അപ്പോൾ ആരതിനെ ഞാൻ കണ്ടു, ആരതിനെ എല്ലായിടത്തും ഓടിയാടുന്ന ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ഞാൻ ചെറുതായിട്ട് നോട്ടീസ് ചെയ്തായിരുന്നു. ആൻഡ് വൺ ഫൈൻ ഫ്രൈഡേ, ലേസി ഫ്രൈഡേ, നോർമലി ഞങ്ങൾ IT ഉള്ള ആൾക്കാർക്കെല്ലാം ഫ്രൈഡേ വീക്കെൻഡ് ഫീൽ ആണ്. അപ്പോൾ ഫ്രൈഡേസ് ഞങ്ങൾ നോർമലി വർക്ക് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ അവരും കൂട്ടുണ്ട്. ആൻഡ് ഒരു ഫ്രൈഡേസിൽ ഞങ്ങളുടെ ഓഫീസ് പാൻട്രിയിൽ ഞാനിങ്ങനെ ചുമ്മാ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നടന്നു വരുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറേ ബഞ്ച് ഓഫ് ആൾക്കാർ ഇരിക്കുന്നു അവിടെ. ഓക്കെ, ബഞ്ച് ഓഫ് ഗേൾസ് ഇരിക്കുന്നു. അപ്പോൾ അതിൽ ഞാനിങ്ങനെ എല്ലാവരുടെ മുഖത്തേക്ക് ആരുടെ വർത്തമാനം പറയണ്ടേ എന്ന് നോക്കിയിരിക്കുമ്പോഴാണ് ഈ മുഖം കാണുന്നത്. അപ്പോൾ എല്ലാവരും ബാക്കി ആൾക്കാരൊക്കെ ഫോണിലും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം കൊണ്ടിരിക്കുക, പുള്ളിക്കാരത്തി മാത്രം ഐഡിയലായിട്ട് ആരും ഇല്ലാതിരിക്കുക. ആൻഡ് ഞാൻ അവിടെ ചെന്നു ഇരുന്നു, ഒരു ഹായ് പറഞ്ഞു. ആൻഡ് 2 ചായ ഓർഡർ ചെയ്തു. ആ 2 ചായയുടെ പുറത്ത് തുടങ്ങിയതാണ്. പിന്നെ ഒരു 1.5 മണിക്കൂർ സംസാരിച്ചു. ആൻഡ് പിന്നെ ഇവിടം വരെ എത്തി. സോ നിഹാൽ പറഞ്ഞു ഈ ആക്ടിവിറ്റീസിന്റെ ഒക്കെ ഇടയ്ക്ക് തന്നെ നോട്ടീസ് ചെയ്തായിരുന്നു. ഇതുപോലെ ആർത്തിയും നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? കാരണം ഓഫ് കോഴ്സ് എനിക്ക് തോന്നുന്നു ഭയങ്കര ആക്റ്റീവ് ആണ്, എല്ലാത്തിനും ഓർഗനൈസ്, അതിന്റെ ഹെഡ് എന്നൊക്കെ പറയുമ്പം ഒരു ഇംപ്രഷൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ആർത്തി നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ചെയ്തിട്ടുണ്ടായിരുന്നു, ടു ബി ഫ്രാങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ആസ് യൂഷ്വൽ കോളേജിൽ നിന്ന് വന്ന് ആണ് ജോലിക്ക്. സോ യൂഷ്വലി എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മൾ ചെറിയ രീതിയിലൊക്കെ വായനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഐ യൂസ് ടു നോട്ടീസ് ഹിം വെനെവർ ഹി യൂസ് ടു വെയർ ബ്ലാക്ക് ഷർട്ട്. ഐ യൂസ് ടു നോട്ടീസ് ഹിം. അതെന്താണെന്ന് അറിയില്ല, പെട്ടെന്ന് എൻ്റെ നോട്ട് അങ്ങോട്ട് പോയായിരുന്നു. താടി വാസ് വൺ ഫാക്ടർ. അപ്പം നോട്ടീസ് ചെയ്യായിരുന്നു. ബട്ട് ആ ഒരു ലവ് ഫാക്ടർ അങ്ങനെയൊന്നും വന്നില്ലായിരുന്നു. ജസ്റ്റ് നോട്ടീസ് ചെയ്യായിരുന്നു. അട്രാക്ഷൻ ഉണ്ടായിരുന്നു. And then everything happened over that coffee. That Friday is very special for us. We started talking. സംസാരിച്ച ഒരു 1.5 മണിക്കൂറോളം ആ സംസാരം പോയത് അറിഞ്ഞില്ല. ആക്ച്വലി വേറൊരാൾ വന്ന് ജോയിൻ ചെയ്തപ്പോഴാണ് വി വർ ലിറ്ററലി ലൈക്ക് ഞങ്ങൾ ടൈം നോക്കിയപ്പോൾ ദിസ് ലോങ് വി വർ ഔട്ട് ഓഫ് എ സീറ്റ് എന്ന് റിയലൈസ് ചെയ്ത്. പിന്നെ വി യൂസ് ടു കാണുമ്പോഴൊക്കെ സംസാരിക്കും, വി യൂസ് ടു ചാറ്റ് ഓവർ ഫോൺ. അങ്ങനെ വി തോട്ട് ഇറ്റ്സ് ഗുഡ്. ഇടയ്ക്കിടയ്ക്ക് പിക്കും ഡ്രോപ്പും ചോദിക്കുമായിരുന്നു. ഈ പുള്ളിക്കാരത്തി അങ്കമാലി ആയതുകൊണ്ട് ഫ്രൈഡേസിൽ അവിടുന്ന് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ രാത്രിയിൽ ഒരു 9:30 ബസ്സിന് ഇവിടുന്ന് പോകും. അവിടുന്ന് ഏർലി മോർണിംഗ് ഇവിടെ 5:30 ആകുമ്പോൾ എത്തും മൺഡേസിൽ. അപ്പോൾ പുള്ളിക്കാരത്തിക്ക് ഒരു സ്വഭാവമുണ്ട്, ഈ പിന്നെ ഓഫീസ് ക്യാബ് എപ്പോഴും മിസ്സാവും. അപ്പോൾ 8:30 ഷിഫ്റ്റ് കഴിഞ്ഞാലും ക്യാബ് മിസ്സാകുന്നതുകൊണ്ട് ഞാൻ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ അടുത്ത് 1 പ്രാവശ്യം ഇങ്ങനെ നടക്കുന്നുണ്ടപ്പോൾ ഞാൻ തന്നെ പാവം തോന്നി, ഞാൻ ചോദിച്ചു ലിഫ്റ്റ് വേണോന്ന്. കാരണം ഊബറൊക്കെ വിളിച്ച് പോവുക. അത് ഞാനൊരു ചാൻസ് ആക്കിയത് ഒരു ശീലമാക്കി. അപ്പോൾ അതൊരു ഫാക്റ്റ് ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പിക്കും ഡ്രോപ്പും സജീവമായി. യൂഷ്വലി ആളുകൾക്കാണ് ബുദ്ധിമുട്ട് ഇങ്ങനെ ചോദിക്കാനായിട്ട്. ഞാനൊരു ലിഫ്റ്റ് ഇതിങ്ങനെ ഓഫർ ചെയ്യുമ്പോൾ അപ്പൊ എളുപ്പമായില്ല. അത് പിന്നെ നൈറ്റിൽ ഒരു കുട്ടി തനിച്ചിങ്ങനെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം.
ഞാൻ ചോദിക്കട്ടെ, തീർച്ചയായിട്ടും നിഹാൽ ഈസ് എ ഗുഡ് ലുക്കിംഗ് ബോയ്. അപ്പൊ നമ്മൾ പെണ്ണുങ്ങളുടെ ഇടയിൽ സംസാരങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. സോ ഈ ഓർഗനൈസിങ് സമയത്തും ഒക്കെ നിങ്ങൾ ഇങ്ങനെ ഒരു ഈ ചെക്കൻ കൊള്ളാലോ, ഇത് അങ്ങനെയൊക്കെ പറയുമല്ലോ. സോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു കപ്പിളാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഒരു റിയാക്ഷൻ ഉണ്ട്. ഒന്നാമത് സെയിം ഓഫീസ് ആവുമ്പം കൂടുതൽ അതിനെ കുറിച്ചൊരു ചർച്ച ഉണ്ടായിരിക്കും ചിലപ്പം, ഇല്ലേ? സോ എങ്ങനെയുണ്ടായിരുന്നു ഓഫീസിലെ ഫ്രണ്ട്സിന്റെ ഒക്കെ റിയാക്ഷൻസ്? എന്തായിരുന്നു അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ? ലൈക്ക് ഞങ്ങളിങ്ങനെ ഒരുമിച്ച് കോഫിയൊക്കെ ഒരുമിച്ച് പോവാറുണ്ട്, ഇടയ്ക്ക് ഒരുമിച്ച് സംസാരിക്കാനിരിക്കാറൊക്കെ ഉണ്ട്. അപ്പോഴൊക്കെ ലൈക്ക് ഫ്രണ്ട്സ് എൻ്റെ ഫ്രണ്ട്സ് ഒബ്വിയസ്ലി ഗേൾസ് ഡു ദാറ്റ്, ചോദിക്കാറുണ്ട് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഫ്രണ്ട്സ് ടോക്കിംഗ്, തിക് ഫ്രണ്ട്സ്. ഇപ്പം ഈസ് ഗുഡ് ഗായ്, ലൈക്ക് ഞങ്ങൾ ഇപ്പോൾ തിക് ഫ്രണ്ട്സായിട്ട് നടക്കുക അങ്ങനെ. ബട്ട് വി നോ വി ഹാഡ് സംതിങ് ഇൻസൈഡ് അസ്, പക്ഷെ ഞങ്ങളത് പറഞ്ഞിട്ടില്ലായിരുന്നു, കൺവേ ചെയ്തിട്ടില്ലായിരുന്നു. ആൻഡ് ഫൈനലി ഉറപ്പിക്കലിൽ ഞങ്ങൾ വീട്ടിലെല്ലാം അവതരിപ്പിച്ച് എല്ലാം ഫിക്സ് ചെയ്ത് ഉറപ്പിക്കൽ ചടങ്ങിൻ്റെ ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വി ടോൾഡ് ആർ ഫ്രണ്ട്സ്, ലൈക്ക് ഒഫീഷ്യലി എല്ലാവരുടെ അടുത്തും പറഞ്ഞത്. സോ അത് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും കിട്ടിയ ഒരു റെസ്പോൺസ് വാസ് ലൈക്ക്, ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ, ഇറ്റ്സ് ലൈക്ക് പരസ്യമായ ഒരു രഹസ്യം പറഞ്ഞ പോലെ ഉണ്ട്. അതായിരുന്നു അവരുടെ റെസ്പോൺസ്. സോ ഇറ്റ് വാസ് കൈൻഡ് എവ്രി വൺ വർ ഹാപ്പി ഫോർ us. ലൈക്ക് കുറേ വിഷസും പ്രേയേഴ്സൊക്കെ. നിങ്ങളുടെ ഈ ഫസ്റ്റ് ഒരു സ്പെഷ്യൽ ഫ്രൈഡേയുടെ കാര്യം പറഞ്ഞല്ലോ, 1.5 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങൾ യു ആർ ലോസ്റ്റ് ഇൻ ദ കോൺവെർസേഷൻ, ഇൻ ദ തോട്ട്സ്. എന്തായിരുന്നു ഇത്ര കാര്യമായിട്ട് അന്ന് സംസാരിച്ചത്? ബേസിക്കലി അന്ന് ചായ കൊള്ളത്തില്ലായിരുന്നു. വെരി ട്രൂ. അതിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. അതെ. അപ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ ഒരു പാൻട്രി ഉണ്ട്. അപ്പോൾ വെളിയിലൊരു പണ്ടത്തെ തട്ടുകട സെറ്റപ്പിൽ ഒരു ചായക്കട പോലെ ഉണ്ട്. എന്നെ റിലിറ്ററി ചായക്കട എന്നാണ് പേരും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ക്ലോസ്ഡ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങളെപ്പോലെ പുള്ളിയും ഒരു ഫ്രൈഡേ ലൈസി ആയി. ആൻഡ് പിന്നെ ഞങ്ങളുടെ അകത്തുള്ള ഒരു മിഷ്യൻ ടീ ആണ് ഞങ്ങളന്ന് കുടിച്ചത്. അപ്പോൾ അത് ഭയങ്കര ബാഡായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി സംസാരിച്ച് പിന്നെ ഞങ്ങളുടെ ജോലിക്കാരിയുമായി, പിന്നെ വീട്ടുകാരിയുമായി. ആ സമയത്താണ് എൻ്റെ അമ്മച്ചി പിന്നെ പാസ്ഡ് അവേ ആയിരുന്നു, എൻ്റെ ഗ്രാൻഡ് മദർ. ഞാൻ ഗ്രാൻഡ് മദറായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ഞങ്ങളുടെ അമ്മച്ചിയുടെ വിശേഷങ്ങളായിരുന്നു കൂടുതലും പറഞ്ഞുകൊണ്ടിരുന്നത്. ചെറുപ്പത്തിൽ നോക്കിയതും മറ്റേ അവരുടെ ഈ പണ്ടത്തെ ഡ്രസ്സ് ഉണ്ടല്ലോ, ചട്ടയും മുണ്ടും, ആ മുണ്ടിനകത്ത് ഈ കോഴിമുട്ടയെല്ലാം കൊണ്ടുവന്നിട്ട് എനിക്ക് തരുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഞങ്ങൾ ഈ കുറേ പണ്ടത്തെ സ്റ്റോറീസൊക്കെ പറയുമായിരുന്നു. പിന്നെ ഇങ്ങനെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരു 4:35 സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അപ്പോൾ ഞാൻ ചുമ്മാ വെളിയിലേക്ക് നോക്കിയപ്പോൾ സന്ധ്യ നൈറ്റായി. അപ്പോൾ റിയലൈസ് ചെയ്തേ കുറച്ച് സമയമായിരുന്നു. So I am in conversation with a very charming Nihal and beautiful Aarti. ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ സോഫയിലിരുന്ന് ഫോർമലായിട്ട് സംസാരിക്കണേക്കാളും ഇതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, അല്ലേ? എന്തൊരു ടെൻഷനായിരുന്നു ആദ്യം. ഇപ്പം കണ്ടില്ല, ഈ കട്ടൊക്കെ വന്നപ്പോൾ നിങ്ങളുടെ കംഫർട്ടബിളായി. ഏതായാലും നിങ്ങളുടെ വിശേഷങ്ങൾ ഇനിയും കുറേ എനിക്ക് കേൾക്കാനുണ്ട്. സോ ഈ ഒരു 1.5 മണിക്കൂർ നിങ്ങൾ സംസാരിച്ചതിന് ശേഷം തന്നെ ആ ഒരു സ്പാർക്ക്, ഇതൊന്ന് സീരിയസ് ആക്കാന്നുള്ള ഫീൽ സത്യം പറഞ്ഞാൽ അപ്പോൾ വന്നിരുന്നോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വന്നിരുന്നില്ല. ഇല്ല, കാരണം കല്യാണമേ വേണ്ട എന്നുള്ള ഒരു ഇതിലായിരുന്നു ഇപ്പോൾ. കാരണം കുറേ പ്ലാൻസ് ഉണ്ടായിരുന്നു. പുറത്ത് പോകണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ. അപ്പോൾ എന്തെങ്കിലും സ്വന്തമായിട്ടൊരു സ്റ്റാർട്ട് ചെയ്യണം, ഒരു ഓൺട്രപ്രണർ ആകണമെന്ന് ഇപ്പോഴും പ്ലാൻ അത് തന്നെയാണ്. അപ്പോൾ അതായിട്ട് മതി കല്യാണം എന്നായിരുന്നു പ്ലാൻ. ബട്ട് ലേറ്റർ ഓൺ പിന്നീടും കണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ സ്പാർക്ക് ഓട്ടോമാറ്റിക്കലി വന്ന്. ആർത്തിക്കും അപ്പൊ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല? ഒന്നും ഉണ്ടായിരുന്നില്ല. കൂടുതൽ അറിയുമ്പോഴാണ് അല്ലേ? പിന്നെ എനിക്ക് നന്നായിട്ട് കല്യാണാലോചനകൾ വരുന്നുണ്ടായിരുന്നു വീട്ടില്. സോ ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ വീട്ടിൽ ഡിലേ ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബിക്കോസ് ബിടെക് കഴിഞ്ഞു, MBA കഴിഞ്ഞു. സോ 6 years ഓഫ് സ്റ്റഡിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇനി കെട്ടിക്കഴിഞ്ഞ് അതിൻ്റെ ക്ലാസ്സും കൂടെ, കുക്കിംഗ് ക്ലാസ്, അങ്ങനെ കുറേ ക്ലാസ് ഉണ്ടാവുമല്ലോ. സോ ഇനിയും പഠിക്കാൻ വയ്യ എന്നൊരു ഇതായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ലൈഫ് കുറച്ചുകൂടെ എൻജോയ് ഒക്കെ ചെയ്ത് മാരേജിലോട്ട് കിടക്കാം, അങ്ങനെയായിരുന്നു. ബട്ട് വെൻ ഐ കെയിം ടു നോ നിഹാൽ മോർ ആൻഡ് മോർ, എനിക്ക് തോന്നി ദർ ഇസ് നോ ഡിഫറൻസ്. എനിക്ക് ഫീൽ ചെയ്തു കല്യാണം കഴിച്ചാൽ ക്ലാസ് ആയിരിക്കില്ല എന്ന് മനസ്സിലായി. കാരണം ഞാൻ കുക്ക് ചെയ്യുമല്ലോ, അത്യാവശ്യം കുക്ക് ചെയ്യും. ഇവിടെ കുക്ക് ചെയ്യാൻ അറിയോ?
ചെറുതായിട്ട് നിഹാലാണ് പറയേണ്ടത്. ഞാൻ ആക്ച്വലി വീട്ടിലൊരു പൂച്ചനെ മേടിച്ചു കൊടുക്കാൻ പ്ലാൻ ഉണ്ട്. ഇവളുണ്ടാക്കുന്ന ഫുഡ് ആദ്യം ഞാൻ പൂച്ചയ്ക്ക് കൊടുക്കും, അരമണിക്കൂർ പൂച്ചനെ നോക്കും, എന്നിട്ട് ഞാൻ കഴിക്കുകയുള്ളൂ. അത്രയ്ക്ക് വിശ്വാസമാണ് എന്നെ കുക്കിങ്ങിനെ കുറിച്ച്. എന്തൊക്കെ പറഞ്ഞാലും ഈ പേരൻസിന് ലവ് മാരേജ് എന്ന് പറയുമ്പോൾ അത് ഒരു പക്ഷെ നമ്മൾ ചൂസ് ചെയ്യുന്ന പാർട്ട്നേഴ്സ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. പക്ഷെ അവർക്ക് ഒരു ചെറിയൊരു മനസ്സിനൊരു പ്രയാസം പല ഫാമിലീസിനും ഉണ്ടാവാറുണ്ട്. നിങ്ങളുടെ ഈ ഒരു കാര്യം വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ എന്തായിരുന്നു വീട്ടിലത്തെ ഒരു റിയാക്ഷൻസ്? വീട്ടിൽ ഞാൻ പിന്നെ ഡാഡി മമ്മി ഒന്നാമത് ഇവിടെ അടുത്തില്ല, അവർ വെളിയിലാണ്, അഹമ്മദാബാദിലാണ്. അപ്പോൾ ഇങ്ങനെ എനിക്കൊരു കുട്ടീനെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഇപ്പോൾ പറഞ്ഞ ഒരു ചോദ്യം എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവളുടെ ഡാഡിനെ മമ്മീനെ വിഷമിപ്പിക്കാൻ പാടില്ല, എൻ്റെ പാരൻസ് വിഷമിക്കാൻ പാടില്ല. സോ വി തോട്ട് ഓഫ് ടേക്കിംഗ് ദിസ് ഒഫീഷ്യൽ വേ, അതായത് ഒരു അറേഞ്ച്ഡ് പോലെ കൊണ്ടുപോകാം. അവർക്ക് ഇഷ്ടമാണെങ്കിൽ അപ്പം അവർ നടത്തട്ടെ, അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുത്താം, പിന്നെ വേറെ മാർഗ്ഗങ്ങളുണ്ടല്ലോ. ദാറ്റ്സ് പ്ലാൻ ബി. അപ്പോൾ ഞങ്ങൾ ആദ്യം വീട്ടിൽ അവതരിപ്പിക്കുകയായിരുന്നു ആദ്യം ഞങ്ങൾ ചെയ്തത്. എൻ്റെ വീട്ടിൽ പറഞ്ഞു, ആരുടെ വീട്ടിൽ പറഞ്ഞു. ആൻഡ് ഇപ്പോൾ നോർമലി ഇവളുടെ വീട്ടിൽ കല്യാണം ആലോചിച്ചത് ഈ മാട്രിമോണി വഴിയും അത് ബ്രോക്കേഴ്സ് കൊണ്ട് പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു. എനിക്ക് പിന്നെ ആലോചിക്കുന്നില്ലായിരുന്നു. അപ്പോൾ മാട്രിമോണി വഴി ആലോചിക്കുന്നതും പിന്നെ അറിയുന്ന ഒരാളെ ഡിഫറെന്റ്. ആൻഡ് എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു ഒപ്പോസിഷൻ ഇല്ലായിരുന്നു. ലൈക്ക് ഈവൻ ആലോചന ടൈമിലും ഡാഡ് യൂസ് ടു ടെൽ ഇങ്ങനെ എന്തെങ്കിലും ഇഫ് യു ഫൈൻഡ് എ ഗൈ ഓപ്പൺ ആയിട്ട് പറയാം, ഗൈ നല്ലതാണെങ്കിൽ ഉറപ്പായിട്ടും നടത്തും. അങ്ങനെ ഒരു ഒപ്പോസിഷൻ ഒന്നും ഇല്ലായിരുന്നു. സോ ദേ വെർ മോർ ഇൻ ടു ലുക്കിംഗ് അങ്ങനെയായിരുന്നു ദാൻ മാട്രിമോണി ഓർ ബ്രോക്കേഴ്സ് റിലേറ്റീവ്സ് ഒക്കെ വരുന്നതിലും കൂടുതൽ ദേ വെർ ലൈക്ക് നിനക്ക് യു ആർ നോട്ട് ഏബിൾ ടു ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരുന്നത്. സോ ഐ വാസ് വെരി കംഫർട്ടബിൾ. പറയാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. ആൻഡ് ദേ വേ മോർ ഹാപ്പി. ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. only thing was they want to meet the guy and the family. എനിക്ക് മാച്ച് ആവുന്നതാണോ എന്ന് they wanted. പാരൻസിൻ്റെ ഒരു ഇതിൽ നോക്കണമായിരുന്നു. ദാറ്റ് വാസ് the only thing left. വീട്ടിൽ ഞാൻ മമ്മിയായിട്ട് ഭയങ്കര ക്ലോസ്ഡ് ആണ്. അപ്പോൾ മമ്മിയോട് പറഞ്ഞു, മമ്മി ഭയങ്കര ഹാപ്പിയായി. ആൻഡ് ഡാഡിയോട് ഞാൻ മമ്മി വഴിയാണ് എല്ലാം പറയുന്നത്. അപ്പോൾ മമ്മിയോട് പറഞ്ഞു, മമ്മി ഡാഡിയോട് പറഞ്ഞു. അപ്പോൾ ഡാഡി ചോദിച്ചു അവനെ കെട്ടാനുള്ള പ്രായമായോ എന്നായിരുന്നു ആദ്യം വന്നത്. അപ്പോൾ ദെൻ അവർ ആ സമയത്ത് നാട്ടിലേക്ക് വരുന്നൊരു ടൈമും കൂടി ആയിരുന്നു വെക്കേഷന്. ആൻഡ് വെക്കേഷന് പ്ലാൻ ചെയ്തപ്പോഴത്തേനുമാണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ പപ്പയുടെ പപ്പ പിന്നെ പാസ്ഡ് ആയി. അപ്പോൾ അവർ അതിനുവേണ്ടി രണ്ട് മാസത്തോളം നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ഒരു ദിവസം ഡാഡി ഞാൻ പുറത്തേക്ക് പോയപ്പോൾ ഡാഡി ഒരു ഹാഫ് ആൻ അവർ സംസാരിച്ചു, അങ്ങനെ കുട്ടി ഏതാ എന്താ. അപ്പോൾ ഡാഡി പറഞ്ഞു, എന്നാൽ നമുക്ക് ഈ വീക്കെൻഡ് അപ്കമിങ് വീക്കെൻഡ് ആർദിയുടെ വീട്ടിൽ പോവാം, ആൻഡ് നമുക്ക് വീടും പിന്നെ കുട്ടീനെയൊക്കെ ഒന്ന് നേരിട്ട് കാണാം എന്ന് പ്ലാൻ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ചെറിയൊരു പേടിയായിരുന്നു, കാരണം വീക്കെൻഡിന് വേണ്ടി ഇനിയും ആക്ച്വലി ഒരു 3-4 ഓൾമോസ്റ്റ് ഒരു വീക്ക് ഇനിയും ലെഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആർദിനെ അതിന് മുന്നേ കാണിക്കുക എന്നുള്ള പ്ലാനിൽ ഞാൻ ആർദിയുടെ ഫാമിലി ഒന്നും അറിയാതെ ട്രിവാൻഡ്രം വെച്ചിട്ട് ഞാൻ തന്നെ ഒരു പെണ്ണുകാണൽ ചടങ്ങ് നടത്തി. കവടിയാർ പിന്നെ കോഫി ഡേ വെച്ചിട്ട് ഒരു ഈവനിങ്ങിൽ ഞാൻ ഡാഡിനെ മമ്മീനെ വിളിച്ച് ഇവളെയും വിളിച്ച് അവിടെ ഓൾറെഡി ഞാനൊരു പെണ്ണുകാണൽ ചടങ്ങ് നടത്തി. കാരണം ആദ്യം മാത്രമായിട്ട്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ പരിചയപ്പെടുത്തുന്ന പോലെ ഡാഡി മമ്മിയും കോഫി കുടിക്കാൻ വന്നു, എൻ്റെ ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി. അന്ന് ഞാൻ ഒത്തിരി ടെൻസ്ഡ് ആയിരുന്നു കേട്ടോ. ബിക്കോസ് സാധാരണ ഒരു പെണ്ണ് കാണുന്ന പോലെയല്ലല്ലോ. ഐ എം എലോൺ. എന്നിട്ട് ഞാൻ പോയി നിഹാലിൻ്റെ ഫാമിലിനെ കാണുന്നു. ഐ വാസ് ലൈക്ക്. ആർത്തി ആൻഡ് നിഹാൽ ഇവരുടെ കല്യാണത്തിന്റെ ബാക്കിയുള്ള എല്ലാ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ദിസ് ഇസ് റോസൻ ജോളി സൈനിങ് ഓഫ്.